ശരി, ശ്രീ കെ കെ രമ, ഈ 13 പേർ അകത്ത് കിടക്കുന്നു എന്നുള്ള ഭാഗം ഞാൻ മാറ്റുകയാണ്. കാരണം ഈ 13 പേർ ഒരിക്കലും ഒന്നിച്ച് അകത്ത് കിടക്കാറില്ല. അതിൽ 10 പേർ ഇപ്പോഴും വെളിയിലാണ്. ആ 10 പേർ ഇപ്പോഴും വെളിയിലാണ്, ഒരുമിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അല്ലല്ല, പെരുമാറ്റച്ചട്ടം തീർന്നത് എന്നാണോ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നിച്ച് പരോൾ അനുവദിക്കുകയാണ്. എന്നിട്ടാണ് താങ്കൾ പറയുന്നത് സർക്കാർ ഒരു തരത്തിലും ഇതിൽ ഇടപെടുന്നില്ല എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊപ്പം പാർട്ടിയുണ്ട്, പേടിക്കേണ്ട എന്ന സന്ദേശം നൽകുകയാണ്. അത് സ്പീക്കർ എന്നല്ല ഞാൻ പറയുന്നത്. AN ഷംസീർ വിവാഹ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നതിലും അത് തന്നെയാണ് തെളിഞ്ഞു വന്നത്. ശ്രീമതി കെ കെ രമ, ഇപ്പോൾ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞുവല്ലോ. സർക്കാർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല, ഇവരെ വെളിയിൽ വിടാൻ ശ്രമിച്ചിട്ടുമില്ല. മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയ പ്രവൃത്തി, ഇതാണിപ്പോൾ MP രാജേഷ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞതിന്റെ സാരം. മഞ്ജുഷേ, ഇതുപോലെയുള്ള വാദങ്ങളല്ലാതെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നാം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ അവർക്ക് മറ്റെന്താ പറയാൻ സാധിക്കുക? ഇത് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിച്ച പാളിച്ചയാണെന്നും അവര് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുമോ? കള്ളി പുറത്തായല്ലോ, വിവരങ്ങൾ പുറത്തായല്ലോ. വളരെ കൃത്യമായി തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ തടിയുരണ്ടേ സർക്കാരിനെ, അതിൽ തടിയുരണ്ടേ പാർട്ടിക്ക്. അതുകൊണ്ട് ഈ ജയിൽ 3 ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുക്കുന്നു. അവരുടെ പാളിച്ചയാണെന്ന് പറയുന്നു. ആ പാളിച്ചകൾ എന്താണെന്ന് പറയുന്നില്ല. എങ്ങനെയാണ് ഈ കത്തിറങ്ങിയതെന്ന് പറയുന്നില്ല. 3/6 എങ്ങനെയാണ് ഈ കത്ത്? ആ മാനദണ്ഡ പ്രകാരമാണ് ജയിൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചോദിക്കുന്നത്. ആ കത്ത് കൊടുത്തതാരാ? അഡീഷണൽ ആഭ്യന്തര സെക്രട്ടറി, അഡീഷണൽ ACS ആണ് കൊടുത്തിരിക്കുന്നത്. ആ കത്ത് എപ്പോഴാ? 3/6. ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തിടുക്കപ്പെട്ട് ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടി അത് എല്ലാ മാനദണ്ഡങ്ങളും തിരുത്തുകയാണ്. 18 തിരുത്തി, 22 തിരുത്തി, മറ്റൊരു ഓർഡർ ഇറക്കി. ആ ഓർഡറിന്റെ ഭാഗമായിട്ട് പുതിയതിറക്കുന്നു. എന്നിട്ട് ഇതിറക്കി വിട്ടയക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി കാര്യങ്ങൾ വളരെ ഭംഗിയായി. എന്തൊക്കെയാണ് ഇപ്പൊ CPMന്റെ നേതാക്കന്മാർ പറയുന്നത്? എനിക്ക് ഒരത്ഭുതവും തോന്നില്ല. അവർക്ക് ഇത് അപ്പുറമല്ലാതെ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നു. ഏതോ രാമചന്ദ്രന്റെ കാര്യങ്ങൾ പറയുന്നു, വീട് നിരത്തിയത് പറയുന്നു. അയ്യോ, അത് കേട്ട് ഇതൊക്കെ കുറെ കാലം 10-12 വർഷങ്ങൾക്ക് മുന്നേ പാടിപ്പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നു. പക്ഷെ ഇതിനകത്ത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച്. ഇതൊന്ന് പുറത്തു ഇറക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം സർക്കാർ നടത്തിയതാണ്. അത് കഴിഞ്ഞില്ല എന്ന് വന്നപ്പോൾ തൽക്കാലം ഈ 3 ഉദ്യോഗസ്ഥന്മാർക്ക് പേരുടെ നടപടിയെടുക്കുന്നു. ഇനി നാളെ ഒരുപക്ഷെ ഞങ്ങളുടെ പേരിൽ നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ നേരെയും ഒരുപക്ഷെ അവർക്ക് നേരെയും ചില നടപടികൾ വരാനൊക്കെ സാധ്യതയുണ്ടാവും. കാരണം വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഇന്നലെയും വിളിക്കുക എന്ന ചോദ്യമൊക്കെ. അവർ വിളിച്ചത് എങ്ങനെയാ? അവർ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യം നടപ്പാക്കിയതാണ്. 22-ാം തീയതി എന്താ സർക്കാർ സഭയിൽ പറഞ്ഞത്? അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജയിൽ മേധാവി എന്താ പ്രസ് റിലീസ് ഇറക്കിയത്? ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിച്ചതാണ്, അങ്ങനെ ഒരു നീക്കമേ നടന്നിട്ടില്ല. എന്നിട്ട് അന്ന് വൈകുന്നേരം 22-ാം തീയതി അത് ഉച്ചയ്ക്ക് പ്രസ് റിലീസ് വന്നു. വൈകുന്നേരം വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുക്കുക. അത് കഴിഞ്ഞു. വീണ്ടും ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് മറ്റൊരാൾ കൂടി ഗൂഢാലോചന കേസിൽ 11-ാം പ്രതിയായിരുന്ന, അന്നത്തെ കടുങ്ങാമ്പയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന, ഈ ഗൂഢാലോചനയിൽ പ്രധാന കക്ഷിയായിരുന്ന മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്, ഇതില് ജ്യോതിബാബുവിനെയും രാമചന്ദ്രനെയും ഒക്കെ കുഞ്ഞനന്തന്റെ വീട്ടിലെത്തിച്ച് ആലോചന നടത്തിയ പ്രധാനപ്പെട്ട പാർട്ടി നേതാവ്, CPMന്റെ പ്രധാന നേതാവ്. മറ്റു 3 പേരും കൊലയാളി സംഘാംഗങ്ങളായിരുന്നു, ക്രിമിനൽ സംഘാംഗങ്ങളായിരുന്നു 3 പേർ. ഇതിൽ പാർട്ടിക്കാരുടെ ഒരാളെയും കൂടി തിരികെ കയറ്റി എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം മൊഴിയെടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് എവിടുന്ന വെളിപാടുണ്ടാവുകയാണ്? ഇത്രയും ആളുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഈ രേഖ കിട്ടുമ്പോൾ, ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തു വരുമ്പോൾ ആണല്ലോ ഈ കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രതികരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗവർണറെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ഗവർണർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു നിർദ്ദേശം ജയിൽ മേധാവിക്ക് കൊടുത്തപ്പോൾ ജയിൽ മേധാവി അത് സൂപ്രണ്ടിന് നൽകിയപ്പോൾ ആരെയെങ്കിലും ഉൾപ്പെടുത്തണമെന്നോ ആരെയെങ്കിലും ഒഴിവാക്കണമെന്നോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ഈ 3/6/2024 ഈ കത്ത് അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതിന്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? വെളിയിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല മഞ്ജുഷ്, അങ്ങനെ അതേ പറയാം. 3/6/24 കത്തിലെ ഉള്ളടക്കം എന്താണ് എന്നത് നമുക്കറിയില്ല. ആ കത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ
ജയിൽ സൂപ്രണ്ട്, കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇറക്കിയത് എന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. ആ 3/6/2024 കത്തിൽ എന്താണ് പറഞ്ഞത്, ആരൊക്കെ ഉൾപ്പെടുത്താനാണ് പറഞ്ഞത് ആ കത്ത് പുറത്തുവിടട്ടെ. അപ്പൊ നമുക്കറിയാമല്ലോ ഇത് ജയിൽ സൂപ്രണ്ട് ഇറക്കിയ ഒരു സാധനമാണെങ്കിൽ ആ കത്ത് പുറത്തുവിട്ടെ. ആ കത്തിൽ എന്താണ് അതിന്റെ കണ്ടന്റ്, അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതാണല്ലോ അറിയേണ്ടത്. ഇങ്ങനെ ജയിൽ മേധാവികൾക്ക് പറ്റിയ തെറ്റ്, ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ തെറ്റാണെങ്കിൽ ആ കത്ത് പുറത്തുവിടണം. അപ്പൊ അറിയാലോ ഇല്ല എന്നുള്ളത്, ഇതേതോ ഉപജാപക സംഘത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ളത് അപ്പോൾ പരിശോധിക്കാമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കഴിയുമോ മഞ്ജുഷ്? ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അവർക്ക് തോന്നിയ പോലെ ചില പേരുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ TP കേസിലെ 10 പ്രതികളെ 12 പ്രതികളെയും എന്താ ഉൾപ്പെടുത്താതിരുന്നത്? ഈ 4 പ്രതികളോട് മാത്രം ഈ ജയിൽ സൂപ്രണ്ടിന് എന്താ പ്രത്യേക മമതയുണ്ടോ? ജയിൽ സൂപ്രണ്ടിന്റെ കുടുംബക്കാരാണോ ഇതൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകള്? അപ്പൊ ഇതൊക്കെ ഓരോ വാദഗതികൾ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാർ പറയുകയാണല്ലോ. കാരണം അവരുടെ കള്ളി പുറത്തായി, അവർ കളിച്ച നാടകം, അവർ കളിച്ച ഈ പ്രതികൾക്ക് വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾ പുറത്തായപ്പോൾ അതിൽ നിന്ന് തടിയൂരാൻ ചില നീക്കങ്ങൾ നടത്തുകയാണ്. അനിൽകുമാറിന് എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്, അനിൽകുമാറിന് പുതിയ എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് പറയും. അനിൽ എന്താണ്? ഞാൻ മനസ്സിലാക്കിയത് അകാല വിടുതലിന് പരിഗണിക്കേണ്ടവരുടെ പട്ടിക 2/5/2023 ജയിൽ മേധാവി സർക്കാരിന് കൊടുത്തു. സർക്കാർ അത് പരിശോധിച്ചു. പ്രസ്തുത പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി ഉദ്യോഗസ്ഥ തലത്തിൽ കണ്ടെത്തിയിരുന്നു. അതാണ് സർക്കാരിന് ഒരു ശുപാർശയായിട്ട് നൽകിയത്. അതുകൊണ്ട് 25/11/2023 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. ഇളവ് കൊടുക്കരുത്, അനർഹരെ ഒഴിവാക്കണം, പുതിയ ആളുകളെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. കർശനമായി പാലിക്കണം, അനർഹരെ ഒഴിവാക്കണം, എന്നിട്ട് വീണ്ടും പട്ടിക സമർപ്പിക്കണം. നിങ്ങൾ പുതിയ ആളുകളെ ഉൾപ്പെടുത്താൻ ആ കത്തിലില്ല. എന്നിട്ട് എന്ത് വേണം? സർക്കാർ തീരുമാനമെടുക്കുകയും ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി 3/6/24 കത്തിലൂടെ ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ആ കത്ത് ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവി എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും അയച്ചു കൊടുത്തു. അതിൽ അനർഹരെ ഒഴിവാക്കുക, 30/6/2024 കാലാവധി തീരുന്നവരെ ഒഴിവാക്കുക, ആ ആദ്യത്തെ ഉത്തരവിലെ ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. ഒരനർഹനും വരാൻ പാടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇപ്പൊ TP കേസിലെ പ്രതികളെന്നല്ല, അനർഹന്മാർ ആദ്യം തന്നെ ലിസ്റ്റിൽ മറ്റുള്ളവരുണ്ടായിരുന്നു ജയിലിൽ തയ്യാറാക്കി തന്നതിൽ. ആ ജയിലിൽ തയ്യാറാക്കി തന്ന പട്ടിക തന്നെ സ്വീകാര്യമല്ല. അതിൽ അനർഹരുണ്ട്, കുറ്റവാളികളോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണ് 3/6/2024 ഉത്തരവ്. അതുപ്രകാരം ശരിയായ റിപ്പോർട്ട് തയ്യാറാക്കി രേഖകൾ സഹിതം അതാത് ജയിൽ ഉപദേശക സമിതിക്ക് സമർപ്പിക്കലിലേക്ക് പോലും കടന്നിട്ടില്ല. അങ്ങനെ സമർപ്പിക്കുക പോലും ചെയ്യാത്തൊരു കാര്യത്തിന് കേരള സർക്കാർ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു എന്ന് വാദിക്കാനും അതിന്റെ പേരിൽ ഈ കാര്യങ്ങൾ കോലാഹലം ഉണ്ടാക്കാനും രാഷ്ട്രീയമായ എല്ലാ അവകാശമുണ്ട്. പക്ഷേ അത് സത്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ബഹുമാനപ്പെട്ട KK രമയോട് ഞാൻ വേദനയോടുകൂടി പറയുകയാണ്, അങ്ങ് ദയവായി അന്നത്തെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന അന്നത്തെ DGP പറഞ്ഞതിനൊരു മറുപടി എന്നോട് പറയേണ്ട, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞാൽ മതി. കാരണം ഈ കേസ് രാഷ്ട്രീയമായിട്ടുള്ളതല്ല എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ DGP പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അത് ഈയിടെയും ചില അഭിമുഖങ്ങൾ കൊടുത്തു. ആ അഭിമുഖത്തിനകത്ത് നമുക്ക് കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമായി. ഞാൻ ആ ഉദ്യോഗസ്ഥനെ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? UDF ഭരണകാലത്തെ DGP-യാണ്. അദ്ദേഹത്തെ ആഭ്യന്തരകാര്യമന്ത്രി തിരുത്തിയത്. ആ തിരുത്തതിന്റെ പിഴ എന്താണ്? ഒരു DYSP കൂട്ടിക്കയറി നിൽക്കാൻ പോവാണ്. കള്ളത്തെളിവുണ്ടാക്കിയതിന് P. മോഹനെതിരായിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞു, പിണറായിക്കെതിരെ പറഞ്ഞു, P. മോഹനെതിരെ പറഞ്ഞു, CPM-നെതിരെ പറഞ്ഞു. ഞങ്ങൾക്കൊരു വിരോധമില്ല. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന നിലയ്ക്കും അതിനെ നയിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയ്ക്കും ഒരു തരത്തിലും ഒരു കുറ്റവാളിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. TP കേസുമായി ബന്ധപ്പെട്ടും എന്താണോ കോടതി വിധി, ആ കോടതി വിധി കേരളത്തിൽ നടപ്പാക്കിയിരിക്കുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും അടിസ്ഥാനമില്ല. ശരി ശ്രീമതി KK രമ. അല്ല, ബഹുമാനപ്പെട്ട അനിൽകുമാർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹം മുൻ DGP-യുടെ കാര്യം പറഞ്ഞു, അലക്സാണ്ടർ ജേക്കബ്. ഇതിനകത്ത് മുൻ DGP അലക്സാണ്ടർ ജേക്കബിന്റെ വാക്കുകളാണോ ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശങ്ങളാണോ ഇവിടുത്തെ സഖാക്കന്മാരും ബഹുമാനപ്പെട്ട അനിൽകുമാറും ഒക്കെ വിശ്വസിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ കോടതികളെയാണ്. കോടതി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യമല്ല, മറിച്ച് കോടതി തെളിവുകൾ സഹിതം കണ്ടെത്തി പരാമർശിച്ച
കോടതി വിധിയാണ് ആധികാരികമായ വിധി. അതില് വിചാരണ കോടതിയുടെ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുണ്ടായ കൊലപാതകമല്ല എന്നുള്ളത് വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി പറയുന്നു. അതേ വിധി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വിധിയും ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ബഹുമാനപ്പെട്ട അനിൽകുമാറിന് കാര്യങ്ങൾ ബോധ്യമാകും. ഇനി രാഷ്ട്രീയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, അന്നത്തെ DGPയുടെ വാക്കുകൾ വിട്ടിട്ട് ഇപ്പോഴേ പറയുന്നത്, ഇതൊക്കെ എപ്പോഴോ എല്ലാവരും തള്ളിയതാണ് എന്റെ പ്രിയപ്പെട്ട അനിൽകുമാർ. താങ്കളൊക്കെ ഒരു പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾക്ക് അതിന്റെ അവകാശമുണ്ട്, അത് പറഞ്ഞേ മതിയാകൂ പാർട്ടിക്കാരന്. പക്ഷെ നെഞ്ചത്ത് തട്ടി വസ്തുതകൾ പരിശോധിച്ച് പറയണം. ഒരു കാര്യം നിങ്ങൾ പാർട്ടി കമ്മിറ്റികൾ വിമർശിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ തെറ്റുതിരുത്തുന്ന ഇത്തരത്തിലുള്ള വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും അതിന് ഏതെങ്കിലും തരത്തിൽ വാദകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പറഞ്ഞു പോവുകയല്ല വേണ്ടത്. അതിലപ്പുറത്തേക്ക് വസ്തുതകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുക കൂടി വേണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ വാദമേ പറയൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചയിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അതുകൊണ്ടാണ് വളരെ ബഹുമാനത്തോടുകൂടി അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്, താങ്കൾ ഈ കോടതി വിധി കൂടി വായിക്കണം. ഇവിടുത്തെ അതിനുശേഷം നടന്ന മുഴുവൻ കാര്യങ്ങളൊന്ന് പരിശോധിക്കും. എനിക്ക് അതിനകത്ത് മറുത്തൊന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങൾക്കും വളരെ കൃത്യമായി സത്യസന്ധമായി ചന്ദ്രശേഖരനെ എന്തിനാണ് കൊന്നത് എന്നറിയാം, എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നറിയാം. ഇപ്പോഴും നിങ്ങൾ ഈ കൊലയാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബുവിനെ പോലും ഇപ്പോൾ ജയിലിലേക്ക് പോകാതെ സുരക്ഷിതമായി മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതികൾ നിങ്ങളിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നും അവർക്ക് നിങ്ങൾ എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. മറ്റൊരു പ്രതികൾക്കും കിട്ടാത്ത രൂപത്തിൽ വഴിവിട്ട പരോളുകളും ആനുകൂല്യങ്ങളും ഒക്കെ TP കേസിലെ പ്രതികൾക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതികളെ നിങ്ങൾ എത്രമാത്രം ഭയക്കുന്നുണ്ടെന്നും അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതും വളരെ വ്യക്തമാണ്. ഇപ്പോഴും നിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നു ഇത് സർക്കാർ 3/6 നേരത്തെ പറഞ്ഞത് മാനദണ്ഡ പ്രകാരം അനർഹരെ ഒഴിവാക്കണം എന്നാണ് ലിസ്റ്റിലുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട അനിൽകുമാർ, താങ്കളോട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഓർഡറിലുമുള്ളത്. സൂചനയിലെ ബഹുമാനപ്പെട്ട സർക്കാർ ഉത്തരവിൽ പരാമർശിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതിനായി പ്രസ്തുത തടവുകാരെ പോലീസ് റിപ്പോർട്ട്, പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാനദണ്ഡപ്രകാരമുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് തന്നെയാണ് ഇപ്പോഴും ഇത് പുറത്തിറക്കുന്നത്. ആ മാനദണ്ഡപ്രകാരം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിലെ 4 പ്രതികളെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും ഇല്ല, 4 പ്രതികളെ മാത്രമേയുള്ളൂ. ഈ അർഹരെയും അനർഹരെയും ഒക്കെ ഏതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്? എന്താണ് അതിന്റെ തീരുമാനത്തിന്റെ മാനദണ്ഡം? അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ ഇത് രേഖകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഈ രേഖയും ഞങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുത്ത മൊഴിയുടെയും അതിന്റെയൊക്കെ ഭാഗമായിട്ട് ആ വസ്തുതകളുടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജയിലിൽ നിന്നൊക്കെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, പരോളിന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതെങ്കിലും അഭ്യൂഹങ്ങളുടെ ഊഹാപോഹങ്ങളുടെ ഭാഗമായിട്ട് പറയുന്നതല്ല പ്രിയപ്പെട്ട അനിൽകുമാർ. ശരി അനിൽ, ഒന്ന്, കുറ്റം ചെയ്ത് കോടതി കണ്ടെത്തിയ ഒരാളുടെ പേരിൽ ഒരു ന്യായത്തിനും ഞങ്ങൾ വന്നിട്ടില്ല, ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം, നിയമവിരുദ്ധമായി അവർക്കൊരു സഹായവും ഞങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. മൂന്നാമത്തെ കാര്യം, അന്നത്തെ DGP ഇത് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല എന്നും വ്യക്തിവിരോധം കൊണ്ടാണ് എന്നും പറഞ്ഞു എന്നൊരു വസ്തുത ഇവിടെ കിടക്കുന്നു. ആ വസ്തുതയിൽ ഞങ്ങൾ കണ്ടെത്തിയ കാര്യം എന്താണ്? P. മോഹനിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നോക്കി. എത്തിക്കാൻ വേണ്ടി തെളിവൊന്നും കിട്ടിയില്ല. അപ്പോൾ DYSP വ്യാജരേഖ ഉണ്ടാക്കി. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ട് P. മോഹനെ പ്രതിയാക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയതിന് DYSP പ്രതിക്കൂട്ടി നിൽക്കാൻ പോവാണ്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട KK രമൻ പ്രതികരിക്കേണ്ടതില്ല. അതിന് കാരണം എന്താണ്? രാഷ്ട്രീയം കളിക്കുന്ന ആരാണ്? രാഷ്ട്രീയം കളിച്ചതുകൊണ്ടാണ് DYSP പ്രതിക്കൂട്ടിലേക്ക് പോകുന്നത് ഈ കേസിനകത്ത്. അതുകൊണ്ട് കേസിൽ CPM-ന് നേരെ രാഷ്ട്രീയം ആരോപിക്കേണ്ട. മറ്റ് സംഭവങ്ങൾ അവിടെയുണ്ട്, അതിന്റെ ഭാഗമായി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾക്ക് വേണ്ടി അങ്ങനെ ഇറക്കിവിടാൻ പറ്റുമോ? അവരെ ഈ 4 പ്രതിയെ ഉൾപ്പെടുത്തി, ബാക്കി ഉൾപ്പെടുത്താത്തത് ഞങ്ങൾക്ക് ഒരു പ്രതിയെ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല. ഞാൻ പറയട്ടെ,
അതുകൊണ്ടാണ് നടപടി ചട്ടവിരുദ്ധമായി അദ്ദേഹം സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥന്മാരും ചെയ്തതിന് നടപടി എടുത്തിരിക്കുന്നു. ആ നടപടി എടുക്കുമ്പോൾ ഞങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ സർക്കാരിന്റെ കൂടിയാണോ ഈ തെറ്റ് കാണിച്ച ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയാണോ എന്നുള്ളത് ബഹുമാനപ്പെട്ട കെ രമ വ്യക്തമാക്കുക. എനിക്കതേ പറയാനുള്ളൂ. ശരി, ശ്രീമതി കെ രമ എന്തെങ്കിലും ബാക്കി പറയാനുണ്ടോ? ഓക്കെ, ഒഴിഞ്ഞോട്ടെ. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട അനിൽകുമാർ ഡിവൈഎസ്പിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിവൈഎസ്പി എവിടെയെങ്കിലും ഇത് നേരിടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഏതെങ്കിലും ഡിവൈഎസ്പിമാർ അങ്ങനെ നേരിടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അതിനകത്ത് ഉത്തരവാദികളാകുന്നത്? അവർ നിയമപരമായിട്ട് അത് നേരിടും. ആ നിയമപരമായിട്ട് നേരിടാൻ നടപടി വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തെളിയുമ്പോഴല്ലേ അതിനെപ്പറ്റി പറയേണ്ടുള്ളൂ. ഇല്ലാതെ ഇപ്പോഴെന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിവൈഎസ്പിനെ നേരത്തെയും കേട്ടു. ഡിവൈഎസ്പി ഏത് ഡിവൈഎസ്പിയാണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇനി അങ്ങനെയുണ്ടെങ്കിൽ ഡിവൈഎസ്പി നേരിടട്ടെ. നമുക്കതിനകത്തും ഒരു തർക്കവുമില്ല. പക്ഷെ ഇതിനകത്ത് സത്യസന്ധമായി കോടതി വന്ന റിപ്പോർട്ടുകളും കോടതിയുടെ വിധിയും അതാണ് ഏറ്റവും പ്രധാനം. തെളിവുകളുടെ ബേസ് ചെയ്തുകൊണ്ട് കോടതിയുടെ വിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളും നടക്കില്ല എന്നത് മാത്രമാണ് അങ്ങയോട് വിനയത്തോടു കൂടി സൂചിപ്പിക്കുന്നത്.